വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, ചെറിയൊരു മടി തന്നെയായിരുന്നു കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് അതിന് പകരമായിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടി 2 ടൊമാറ്റോ, ഒരു 5-6 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-11 ലീഫ് പുതിനയില, അതൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മളിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസുള്ള ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മളിതിൽ ഉള്ളി വഴറ്റലും തക്കാളി വഴറ്റലൊന്നും ഇല്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക്, പുതിനയിലൊക്കെ ഇട്ടിട്ടുള്ള പേസ്റ്റില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ട് നമ്മൾ പൊതിർത്തിയിട്ട്, ഒരു 10 കാഷ്യൂനട്ട് പൊതിർത്തിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ കേട് വേണം. ഞാൻ ഇവിടെ പുളിയില്ലാത്ത കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നാട്ടിലുള്ള നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി കൂടി വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഞാനിത് ഓപ്ഷണലാണ്, കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ സോയാ സോസും 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസും ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ ചിക്കനിലേക്ക് മസാല നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈവച്ചുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് എടുക്കുക. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് 2 മണിക്കൂർ നിന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഇനി ഒരു കടായി ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാനില്ല. ഇത് ഭയങ്കര സിമ്പിളാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല. ജസ്റ്റ് നമ്മൾ ഒരു കടായിൽ ഒരു 3-4 ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ വേണ്ടി വരും. കാരണം നമ്മൾ ഇങ്ങനത്തെ കറികളിലൊക്കെ കുറച്ച് ഓയിൽ കൂടുതലുണ്ടാകും. അവരിങ്ങനെ കറി ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ ഓയിൽ തെളിഞ്ഞ് നിൽക്കണം. അതാണ് ഈ കറിൻ്റെ ഒരു പാകം. അപ്പോൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആ ഒരു മസാലയും മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചിക്കൻ ഇട്ടപ്പാടും നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് നല്ല ഗ്രേവി ആയിട്ടല്ല ഉണ്ടാവും, കുറച്ചും തിക്കായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് പിന്നെ സംഭവം സിമ്പിളാണ്. ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ മേലിലേക്ക് തെളിഞ്ഞ് വന്നിട്ട് നല്ലൊരു പരിവാകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അത് മൂടി വെച്ചിട്ട് വേവേണ്ട സമയം മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പണി കുറഞ്ഞൊരു ചിക്കൻ കറി എന്ന് തന്നെ പറയാം. നമ്മളെപ്പോഴും ചിക്കൻ മുളകിട്ടതും ചിക്കൻ വറുത്തരച്ചിട്ടൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാത്തിൻ്റെ പേര് നന്നായിട്ട് പോകുന്നുണ്ട്. ചപ്പാത്തി, ദോശ, ചോറ് എല്ലാത്തിൻ്റെ കൂടി അടിപൊളിയായിട്ട് സെറ്റ് ആവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒരു 1-2 പച്ചമുളക് നടുകെ കീറിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊറിയാണ്ടർ ലീഫ് ഉണ്ടെങ്കിൽ, മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡിയായി. ഇപ്പോൾ ഞാനിവിടെ ഗീ റൈസും ചപ്പാത്തിൻ്റെയും കൂടി 2ൻ്റെയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. 2ൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ വാങ്ങിച്ചാൽ ഇതുപോലെ ആക്കി നോക്കാൻ മറക്കല്ല കേട്ടോ. ഈ ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞെട്ടിക്കുന്നേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.